ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, കേരള വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയ രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയാണ് വൈദ്യുതി ബോർഡിനുള്ളത്. ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട്. പക്ഷേ സർ, കഴിഞ്ഞ UDF കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടിയിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറായിരുന്നു. ആ കരാർ അനുസരിച്ച് ഈ ഗവൺമെൻറ്റും വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏകദേശം 7-8 മാസം മുമ്പ് ആ കരാർ റദ്ദാക്കിയതിന് ശേഷം 4 രൂപ 29 പൈസ യൂണിറ്റിന് വാങ്ങിച്ചിരുന്ന കരാർ അഴിമതിയാണ് എന്ന് പറഞ്ഞ് റദ്ദാക്കുകയും അതിനുശേഷം 8 രൂപയ്ക്കും 9 രൂപയ്ക്കും ഒരു യൂണിറ്റിന് ഇരട്ടി വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചുകൊണ്ട് പ്രതിദിനം 10 കോടിയോളം രൂപ വൈദ്യുതി ബോർഡ് കഴിഞ്ഞ 6-7 മാസമായി നഷ്ടം വരുത്തിയാണ്. സർ, ഇതുകൂടാതെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയും പുരപ്പുറം സോളാറും അടക്കമുള്ള പദ്ധതികളിലൂടെ ഏകദേശം 40,000 കോടി രൂപയിലധികം UDF കാലത്ത് ലാഭത്തിലുണ്ടായിരുന്ന വൈദ്യുതി ബോർഡ് 7-8 വർഷം കൊണ്ട് 40,000 കോടിയിലധികം രൂപയുടെ ബാധ്യത വരുത്തി തീർക്കിയിരിക്കുകയാണ്. സർ, ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്നത്? സർ, അങ്ങ് പറഞ്ഞത് മുഴുവൻ ശരിയല്ല. ഈ KSBL ദീർഘകാല വൈദ്യുതി കരാറുകൾ അംഗീകാരം നൽകണമെന്ന ബോർഡിൻ്റെ ആവശ്യം സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ആണ് നിരസിച്ചത്. അത് ശരി, റെഗുലേറ്ററി കമ്മീഷൻ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, കേന്ദ്ര ഗവൺമെൻറ് നിരസിച്ചത്. അഭ്യർത്ഥന മാനിച്ച് പുനഃപരിശോധിക്കുന്ന വൈദ്യുതി നിയമം 2003 സെക്ഷൻ 108 അനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നിർദ്ദേശം നൽകുകയും കരാറുകൾക്ക് 29/12/2001 ഉത്തരവ് വഴി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം തീർത്തിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി തുടർന്ന് നൽകുന്ന കമ്പനികൾ വിമുഖത കാണിക്കുകയാണ്. വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ ഇടപെടൽ നടത്തുകയാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പാലിക്കാൻ വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് വക്കീൽ മുഖാന്തരം നോട്ടീസും നൽകിയിട്ടുണ്ട്. അതെ, അവിടെ നിയമം പാലിച്ചല്ല, റൂൾസ് പാലിച്ചിട്ടല്ല വൈദ്യുതി വാങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ അത് നിരസിച്ചത്. ഇതിനെന്താ നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. റെഗുലേറ്ററി കമ്മീഷന്റെ KSBL എക്സിക്യൂഷൻ ദീർഘകാല വൈദ്യുതി കരാർ പ്രകാരം വൈദ്യുതി ലഭിക്കുന്നതിന് വൈദ്യുതി കമ്പനികളുമായി ചർച്ച നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, CMD, KSBL എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ച ചെയ്ത് അവർ എപ്പോഴുള്ളത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം തീർക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ആ കരാർ റദ്ദായത്. അത് കരാറിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ കരാർ നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ആവശ്യവുമായി തട്ടിച്ചു നോക്കിയാൽ ആ വൈദ്യുതി വാങ്ങൽ ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ LDF സർക്കാർ, 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ തന്നെ ആ കരാറിൻ്റെ ഭാഗമായി വൈദ്യുതി തുറന്നു വാങ്ങാൻ നടപടികളെടുത്തത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം വാങ്ങിയിരുന്നില്ല എന്നുള്ള സാങ്കേതികത്വത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ പിന്നീട് ഇത് റദ്ദ് ചെയ്യുന്ന നിലയാണുണ്ടായത്. ഈ കരാർ റദ്ദ് ചെയ്യുന്ന നിലയുണ്ടായി. അത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലുള്ള ഒരു പ്രതിസന്ധി നമുക്കുണ്ടായി. കാരണം ഈ തുകക്ക് വൈദ്യുതി കിട്ടുന്ന അവസ്ഥയില്ല, കൂടുതൽ തുക കൊടുത്താലേ വൈദ്യുതി കിട്ടുന്ന അവസ്ഥയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സംസ്ഥാന സർക്കാർ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തി. അത് റെഗുലേറ്ററി കമ്മീഷനും ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക മാത്രമേ വേണ്ടതുള്ളൂ. ആ കരാർ റദ്ദാക്കിയത് ആ റദ്ദാക്കിയ നടപടി തുറന്ന് നടക്കാതിരിക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം റെഗുലേറ്ററി കമ്മീഷനും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.